നമുക്ക് കപ്പ മുളക് എടുക്കുന്നത് ചെറുതായിട്ട് കഴിക്കാനുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. കരിവേപ്പില, മുളക്, വെളുത്തുള്ളി, അതിനിപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിച്ച് മൂപ്പിച്ച് വെച്ചേക്കണം. ഇതിനകത്തേക്ക് നമ്മൾ കപ്പ ഇടുന്നതാണ് അടുത്തായി കാണിക്കാൻ പോകുന്നത്. നമുക്ക് അല്പം തേങ്ങ അതുണ്ടല്ലോ, ഇതിനകത്ത് ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ, അത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. നമ്മുടെ പയ്യെ ഇളക്കി കൊടുക്കാം. അതിനകത്തേക്ക് കപ്പ നമ്മൾ നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുകയാണ്. ഇത് അതിനകത്തേക്ക് പയ്യെ നമ്മൾ ഇടാൻ പോകണം. അടുത്തായിട്ട് നമ്മൾ കപ്പ ഇട്ടു. അത് കഴിഞ്ഞത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇളക്കിക്കൂട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. കപ്പ മുളകിട്ടെടുത്താണ് കാണുന്നത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കഴിക്കാൻ തുടങ്ങാവുന്നതാണ്. നമ്മളിത് ആ പ്ലേറ്റിലേക്ക് എടുക്കുന്നു. നല്ല നാടൻ ഇല മുളകിട്ടെടുത്തതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയുമായിട്ട് മിക്സാക്കി നല്ല അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കുന്നു. ഒരു ചെറിയ മാങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം അയിലയും കൂടി കൊടുത്തേക്കാണ്. ഇത് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അങ്ങനെ അയിലയും കപ്പ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് മുളക് കരിവേപ്പില സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു കഷ്ണം കപ്പ എടുത്ത് നമുക്കിങ്ങനെ കഴിക്കാൻ തുടങ്ങാവുന്നതാണ്. ഇതാണ് അയില മാങ്ങയും മുളകിട്ട് വെച്ച അടിപൊളി സൂപ്പ്.